ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് കാര്യമായിട്ട് തന്നെ ബ്രേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് ഈ ഫെബ്രുവരിയിൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു വർക്ക് ഫ്ലോ ആണ് കേട്ടോ. ഒരു ദിവസത്തെ കാര്യങ്ങളല്ല, പല ദിവസത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാരി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് 2 പ്ലീറ്റഡ് സ്കേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ്. ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ്. ഇങ്ങനത്തെ സാരീസ് നിങ്ങൾക്ക് അറിയുണ്ടാവും, കാഷ്വലായിട്ട് കിട്ടിയിരുന്ന ഒരു സമയത്ത് എപ്പോഴും കിട്ടിയിരുന്ന ഒരു സാരിയാണ് കേട്ടോ. മെറൂൺ ഷെയ്ഡാണ് താഴെ വരുന്നത്. പക്ക ഗോൾഡൻ കളറല്ല, ഒരു കോപ്പർ അല്ലെങ്കിൽ റോസ് ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ഒരു സരി തന്നെയല്ലേ. ഓക്കെ, ഒരു കസവ് എന്ന് പറയാം, ആ ഒരു രീതിക്കാണ് കേട്ടോ സാരി. അപ്പോൾ ഞാൻ 2 സ്കേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ ചെറിയൊരു എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസോ അങ്ങനെയൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ആ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു ഇത് കാണിക്കണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഒരു ചെറിയൊരു വ്ളോഗ് പോലെയാണ്, അതല്ലാതെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു എംബ്രോയ്ഡറി വീഡിയോയോ അങ്ങനെ ഒരു പർപ്പസ് ഉള്ള വീഡിയോ അല്ല കേട്ടോ. ചെറിയ ചെറിയ ട്രിക്സും ടിപ്സും ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് അയൺ ചെയ്യാണ്. ഞാൻ സ്കേർട്ട് തുന്നാൻ എടുത്തിട്ടുള്ളത് 4.5 മീറ്ററാണ്, അതായത് 5.5 മീറ്ററാണ് സാരി, 1 മീറ്റർ മുന്താണിയും അതിന് എനിക്ക് ബ്ലൗസിനുള്ള ഒരു പോർഷനും കൂടെ ഞാൻ 1 മീറ്ററോളം മാറ്റിയിട്ട് 4.5 മീറ്ററും പ്ലീറ്റ്സ് ഇട്ടെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ മോൾക്കും അതേ പ്രായത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഞാനിങ്ങനെ നിറച്ച് പ്ലീറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര തുണി എടുത്തിട്ടുള്ളത്. നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. പിന്നെ എനിക്ക് ഈ സാരിയിലൊന്നും വേസ്റ്റേജ് ആയിട്ട് വരുന്നില്ല. ഞാൻ എൻറ്റയർ സാരി യൂസ് ചെയ്യാണ് കേട്ടോ ഈ ഒരു 2 ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെപ്പോഴും പ്ലീറ്റ് അയൺ ചെയ്യണത് ഇങ്ങനെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മീതെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ അയൺ ചെയ്യാറുള്ളത്. അപ്പോൾ കസവിൻ്റെയൊക്കെ ഭാഗം വരുമ്പോൾ എനിക്കിപ്പോഴും ഇങ്ങനെയല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കസവ് അയൺ ചെയ്യുന്ന സമയത്ത് അത് ചുരുണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓൾറെഡി ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മൾ ഡയറക്റ്റ് അയൺ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഉരുകി പിടിക്കാനോ അതല്ലെങ്കിൽ തന്നെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറുന്ന രീതിയിലേക്ക് ചുളുങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും സേഫ് സൈഡ് ആയിട്ട് ഇങ്ങനെ ഒരു തുണി മീതെ വെച്ചിട്ട് അങ്ങനെയാണ് അയൺ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. ഈ പ്ലീറ്റ് അയൺ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇനി ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതും ഇതിൻ്റെ പട്ട വയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഈ 2 സ്കേർട്ടും ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഹുക്കും അയ്യൊന്നും വെക്കുന്നില്ല കേട്ടോ. കുട്ടികൾക്കായതുകൊണ്ട് ഞാനെപ്പോഴും നമസിക്ക് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കാറുള്ളത്. ഏതോ ഒന്നിന് മാത്രമേ വെൽക്രോ വെച്ച് കൊടുത്തിട്ടുള്ളൂ. താഴത്തേക്ക് ലൈനിങ് എ ലൈനായിട്ട് നമ്മൾ പാനലിൽ കട്ട് ചെയ്തെടുക്കില്ലേ, അങ്ങനെ പാനൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് ഞാൻ വെക്കുന്നുണ്ട്, കാരണം പ്ലീറ്റഡ് സ്കേർട്ട് ആണെങ്കിലും ഇത് ഭയങ്കര കനം കുറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും നീളം അടിക്കും. പിന്നെ കുട്ടികളാകുമ്പോൾ പിന്നെ ഒരു ഇതിൻ്റെയും അടിയിൽ വേറൊരു പാവാട ഇടിയിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ചിലപ്പോൾ 2 പാവാടയൊന്നും ഇടാൻ സമ്മതിച്ചു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും പിന്നെ ആ ഒരു തുണിയുടെ കളറ് അത് തന്നെ മെയിൻറ്റെയിൻ ആവാനും അതിൻ്റെ ഇടയിൽ ഒരു ലൈനിങ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ആ രീതിക്ക് ഞാൻ എപ്പോഴും ലൈനിങ് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അയണിങ് ഏകദേശം ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഹൊറിസോണ്ടലി അയൺ ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ വേർട്ടിക്കലി വെച്ച് അയൺ ചെയ്തിരുന്നു. ആ പ്ലീറ്റ്സ് മൊത്തം നമ്മുടെ അയണിങ് ബോർഡിൻ്റെ മീതെ വരികയാണെങ്കിൽ അയൺ ചെയ്യാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടുതൽ ഭാഗങ്ങളൊന്നും ഞാൻ ഇനി എടുത്തിട്ടില്ല. തുന്നി കഴിഞ്ഞ് ബാലൻസ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കേർട്ടും ടോപ്പും അതിലെ വർക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടോ. എന്നിട്ട് ഡ്രസ് ട്രയലാണ് നമസിക്കിട്ട് കൊടുത്തതാണ്. അപ്പം ചുമ്മാ ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ആ ആരി വർക്ക് ചെയ്തിട്ടുള്ളത്. നെക്കിലും സ്ലീവിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അവർ വന്ന സമയത്ത് ഞാൻ 2 പേർക്കും ഒരേപോലെ ഇടിയിപ്പിച്ചതാണ് കേട്ടോ. അത് പിക്ചേഴ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ, പിക്ചർ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാണ് ആ പാവാട, അത് ശിവരാത്രിക്ക് ഇടാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ, ഇന്ന് ശിവരാത്രിയുടെ അന്നത്തെ ദിവസമാണ് ഇത്. നാളെ 27-ാം തീയതി നമസിയുടെ സ്കൂളിൽ ടാലൻറ്റ് ഫെസ്റ്റ് ഒരു ഡിവിഷനായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമസിക്ക് സൺഫ്ലവറിനെ കുറിച്ച് 5 ലൈൻ
പറയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സൺഫ്ലവർ ഉണ്ടാക്കുകയാണ്. ആ പറയുന്ന സമയത്തേക്ക് കൈ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഈ 11th അവറിലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമസ്വി എടുത്ത വീഡിയോ ആണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എന്നെ കാണിക്കണ്ട, ഇത് ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചാൽ മതിയെന്ന്. അപ്പോൾ അവളെടുത്തതായതുകൊണ്ട് വീഡിയോയ്ക്ക് നല്ല ഷേക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതിന് വേണ്ടി മേടിച്ചിട്ടുള്ളത് ഒരു 2 കളർ A4 ഷീറ്റ്, ഓറഞ്ച് കളറ്, മറ്റേത് യെല്ലോ ഒരു എൻ്റയർ ചാർട്ട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്ലിറ്റർ A4 ആണ് ബ്രൗൺ ഷെയ്ഡിലുള്ളത്. അപ്പോൾ അത് നമ്മളിങ്ങനെ അരങ്ങ് വെട്ടണ പോലെ വെട്ടി വെട്ടി ചുറ്റി എടുത്ത് ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ സെൻറ്ററിലുള്ള സീഡ്സ് ഉണ്ടല്ലോ, ആ സീഡ്സിൻ്റെ ഒരു ലുക്കിലേക്ക് വരണത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് അതായത് ഈ കളർ A4ൻ്റെ ഐ മീൻ എന്താണ് ആ ഗ്ലിറ്റർ A4 മൊത്തം കട്ട് ചെയ്ത് ചുറ്റി കഴിഞ്ഞിട്ട് ഇനിയും സൺഫ്ലവറിൻ്റെ നടുക്കിൽ സ്പേസ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ അരങ്ങ് പോലെ വെട്ടി ഒട്ടിച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് പരിപാടികളാണ്. ഒന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എനിവേ നിങ്ങൾക്കിത് കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു സർക്കിൾ കട്ട് ചെയ്യാം നമ്മൾ. ആ കട്ട് ചെയ്ത സർക്കിളിലേക്ക് ഇങ്ങനെ വരി വെച്ച് ഈ ഇതളുകൾ കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങ് ഒട്ടിച്ച് പോകാം കേട്ടോ. ഈ സൺഫ്ലവർ എനിക്ക് ഒന്നും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, നേരമില്ലാത്തതുകൊണ്ടും പിന്നെ പെയിൻറ്റ് കുറച്ച് നഷ്ടമായതുകൊണ്ടും വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ആസ് ഇറ്റ് ഈസ് ഇത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ സൺഫ്ലവർ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് വിടുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഫ്ലവർ ഒട്ടിക്കൽ കഴിഞ്ഞു. പിന്നെ ബാക്കി സ്റ്റെമ്മും ലീഫും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടോ. ബാക്കിൽ നിന്ന് ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുവന്നിട്ട് അതിൽ നമ്മുടെ ഗ്രീൻ ടേപ്പ് വെച്ചു, ഗ്രീൻ കളർ വെച്ചിട്ട് ലീഫ് ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ഫ്ലവർ പിടിച്ചിട്ട് നമസി അവൾക്ക് പറയാനുള്ള ലൈൻസ് പറഞ്ഞ് ട്രൈ ചെയ്യാണ് കേട്ടോ. ഇപ്പോഴൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്, സ്കൂളിൽ പോകുമ്പോഴും നന്നായി പറയുന്നു വിചാരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞപ്പോൾ 6 മണിയായി. നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോയിട്ടോ. ശിവരാത്രിയുടെ അന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ നമസ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങളൊരു വേറെ ബോർഡർ കാണുന്നുണ്ടാവും. അത് എനിക്ക് ധാവണി ചെയ്ത സാരിയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബോർഡർ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ സമയം ഏകദേശം 9:45 രാത്രി. നാളെയാണ് ഈ സൺഫ്ലവറിൻ്റെ പരിപാടി, അതായത് ആ ഒരു ടാലൻറ്റ് ഫെസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമസ്ക്ക് ഡ്രസ്സ് നോക്കിയപ്പോൾ യെല്ലോ ഡ്രസ്സുള്ളത് വളരെ ഇറക്കം കുറവാണ്, വേറെ ഗ്രീൻ കളറിലെ ഡ്രസ്സ് ഇല്ല. അപ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയ ഒരു 2x20 ഒരു മെറ്റീരിയൽ 1 മീറ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അതും പഴയൊരു സെറ്റ് മുണ്ടിൻ്റെ ഇതും വെട്ടി ലൈനിങ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ലൈനായിട്ടുള്ള ഒരു ഫ്രോക്ക് തുന്നിയിട്ടോ. താഴെ ഒരു ഡിഫറൻസിന് വേണ്ടി സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിൻട്രസ്റ്റ് എന്നൊരു സൺഫ്ലവറിൻ്റെ ഒരു റെഫറൻസ് നോക്കി ഏകദേശം ഒരു സൺഫ്ലവറിൻ്റെ ഒരു ചെടി പോലെ വരച്ചിട്ട് അത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫാബ്രിക് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ബ്രഷ് നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് എന്നിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പെയിൻറ്റ് ബ്ലെൻഡ് ആവുന്ന പോലെ ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നല്ല ബ്രൈറ്റ് യെല്ലോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് സൺഫ്ലവർ ഞാൻ വരച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു മാർക്സ് കാണാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തു കേട്ടോ. അത് ചളമായോ കോളായോ ഉള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയാം. എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. എന്നാലും ഇതൊരു ഓർണേറ്റ് സൺഫ്ലവറാണ്, സൺഫ്ലവറിൻ്റെ ഡ്രസ്സാണ്. എനിക്ക് തോന്നി ഓക്കെ ഈ പരിപാടിക്ക് കുറച്ചും കൂടി സ്യൂട്ടബിളായിട്ടുള്ള കോസ്റ്റ്യൂമായിട്ട് ഇത് നിൽക്കും. പിന്നെ കുട്ടിക്ക് വലിയ ചൂട് കൊടുക്കില്ല. ആ 2x2 തുണിയാണല്ലോ, ആ രീതിക്കാണ് കേട്ടോ ഞാനിത് വേഗം ചെയ്ത്. ഈ പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12 മണിയായിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഏട്ടനും മോളൊക്കെ ഉറങ്ങിയിട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് താഴെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഞാനിത് വൈകുന്നേരം ഫാൻ ഇട്ടിട്ട് ഫാനിൻ്റെ താഴെ ഉണങ്ങാനായിട്ട് വെച്ചതാണ് കേട്ടോ. ന്യൂസ് പേപ്പർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വരെ അത് ഫാനിൻ്റെ കാറ്റിൽ ഉണങ്ങിയിട്ടുണ്ട്. എപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്താലും നമ്മളത് എന്ത് ചെയ്യണം, അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന്, അതായത് പെയിൻറ്റ് ചെയ്തതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ താഴെ ആ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും അയൺ ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല, ഇൻ കേസ് എന്തെങ്കിലും
പെയിൻറ്റ് ഇതായി കഴിഞ്ഞാൽ അത് താഴത്തെ തുണിയിലേക്ക് ആവരുതെന്ന് വെച്ചിട്ട് താഴെ ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അയൺ ചെയ്യാൻ. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ വേറൊരു തുണിയോ എന്തെങ്കിലും ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്താൽ നല്ലതായിരിക്കും. ഒന്നൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത ആ ഒരു ഭംഗി ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഫാബ്രിക് പെയിൻറ്റ് ഒരിക്കലും തുണിയിൽ നിന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു സംഗതിയല്ല. പക്ഷെ ഇത് അയൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേഗം പീൽ ഓഫ് ചെയ്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വൺസ് നമ്മളിങ്ങനെ ഉണങ്ങിയതിന് ശേഷം അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ തന്നെ വാഷ് ചെയ്തൊക്കെ എടുക്കാം. ഞാൻ മെഷീൻ വാഷ് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഹാൻഡ് വാഷ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തല്ലാതും ഹാൻഡ് വാഷ് ചെയ്തിട്ട് തന്നെ എടുക്കാം. മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക കേട്ടോ. Good morning friends, my name is Namaste. Sunflower is a beautiful flower. It is yellow in color. It faces towards the sun. It has seeds in its center. Its leaves look fresh and green. Thank you. സ്കൂളിലത്തെ പരിപാടിയുടെ ഒരു ചെറിയ എലമെൻ്റ് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത പിക്ചേഴ്സാണ് ഇത് നമസിയുടെ. നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം നമസ്തേ കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ. താങ്ക് യു.